സൗബാൻ റളിയല്ലാഹു തആല അൻഹു എന്ന സ്വഹാബി പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദൻ സറഫ മിൻ സ്വലാത്തിഹി ഇസ്തഗ്ഫറ സലാസൻ വഖാല അല്ലാഹുമ്മ അൻതസ് സലാം വമിൻകസ് സലാം തബാറകത യാ ദൽ ജലാലി വൽ ഇക്റാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമ്പ്രദായമായിരുന്നു ഇദൻ സറഫ മിൻ സ്വലാത്തിഹി, തന്റെ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ ഇസ്തഗ്ഫറ സലാസൻ, 3 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തും എന്ന് പറഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് 3 പ്രാവശ്യം പറയൽ സുന്നത്താണ്. വഖാല, എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ പറയും, അല്ലാഹുമ്മ അൻതസ് സലാം മിൻകസ് സലാം തബാറകത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അൻതസ് സലാം, അല്ലാഹുവേ നീയാണ് ശാന്തി, നീയാണ് രക്ഷ. വമിൻകസ് സലാം, നിന്നിൽ നിന്നാണ് ശാന്തിയും സമാധാനവും രക്ഷയും കരസ്ഥമാകുന്നത്. തബാറകത, നീ അനുഗ്രഹീതനായിരിക്കുന്നു. യാ ദൽ ജലാലി വൽ ഇക്റാം, മഹത്വവും ആദരവുകളും ഉള്ള തമ്പുരാനെ നീ ഏറ്റവും അധികം അനുഗ്രഹീതനായിരിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉരുവിടാറുണ്ടായിരുന്നു. ഇതിൽ അല്ലാഹുമ്മ അൻതസ് സലാം മിൻകസ് സലാം എന്ന് കഴിഞ്ഞതിന്റെ ശേഷം നമ്മളൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട് കുറച്ചും കൂടിയും കൂട്ടിയിട്ട്, ഹയ്യനാ റബ്ബനാ ബിസ്സലാം വദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കൂട്ടി പറയാറ്. അതൊന്നും സഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സഹീഹായ റിപ്പോർട്ടുകളിൽ കാണുന്നത് ഇത്ര മാത്രമാണ്: അസ്തഗ്ഫിറുല്ലാഹ് 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 അല്ലാഹുമ്മ അൻതസ് സലാം വമിൻകസ് സലാം തബാറകത യാ ദൽ ജലാലി വൽ ഇക്റാം. ഇതാണ് ആ വിഷയത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള സഹീഹായ ഹദീസ്. അതോടൊപ്പം തന്നെ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി വരാറുണ്ടായിരുന്ന മറ്റൊരു ദിക്ർ, عن عبد الله بن الزبير رضي الله تعالى عنه أنه كان يقول في دبر كل صلاة حين يسلم لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ولا حول ولا قوة إلا بالله العلي العظيم ولا نعبد إلا إياه له النعمة وله الفضل وله الثناء الحسن لا إله إلا الله مخلصين له الدين ولو كره الكافرون. قال وكان رسول الله صلى الله عليه وسلم يهلل بهن دبر كل صلاة. ഇമാം അഹ്മദ്, മുസ്ലിം, അബൂദാവൂദ്, നസായി ഇവരെല്ലാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നിസ്കാരത്തിന്റെയും ഉടനെ സലാം ചൊല്ലിക്കഴിഞ്ഞ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിക്ർ ചൊല്ലാറുണ്ടായിരുന്നു: ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ദിക്റാണ്. അതിന്റെ അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, വഹ്ദഹു അവൻ ഏകനാണ്, ലാ ശരീക ലഹു അവന് പങ്കുകാരില്ല, ലഹുൽ മുൽക്കു അവനാണ് സർവ്വാധിപത്യവും അധികാരവും, വലഹുൽ ഹംദു അവനാണ് സർവ്വസ്തുതിയും, വഹുവ അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവനാകുന്നു. ഇതൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറയുന്നത് പോലെയല്ല കാര്യങ്ങളുള്ളത്. അതുകൊണ്ടാണ് ഈ ആശയം നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. ഈ അർത്ഥം അറിഞ്ഞുകൊണ്ട് ഉരുവിടുമ്പോഴേ കുറച്ചും കൂടി അതിനൊരു ഭക്തിയൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിൽ ഈ പറയുന്ന കാര്യങ്ങൾ അള്ളാഹുവിന്റെ പുകഴ്ത്തിക്കൊണ്ട് നമ്മൾ പറയുകയാണ്. അപ്പൊ അത് മനസ്സിൽ തട്ടി ആയിത്തീരാൻ വേണ്ടി ഏകദേശമെങ്കിലും ആശയം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. പിന്നെ പറയുന്നത് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, എല്ലാ ശക്തിയും കഴിവും എന്നെ കൊണ്ടൊരു കഴിവും ശക്തിയുമില്ല, മഹാനായ ഉന്നതനായ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവുമില്ല. വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു, അവനെയല്ലാതെ ഞങ്ങൾ ആരാധിക്കുന്നില്ല, അവനാണ് എല്ലാ നിഅമത്തുകളും, അവനിൽ നിന്നാണ് എല്ലാ കടാക്ഷങ്ങളും ഉള്ളത്, എല്ലാ നല്ല നിലക്കുള്ള പുകഴ്ത്തലും അള്ളാഹുവിനാണുള്ളത്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല, അവനെ ആത്മാർത്ഥമായി കൊണ്ട് തന്നെ ഞങ്ങൾ അവനെ ആരാധിക്കുന്നു, കാഫറുകൾക്ക് അത് സഹിക്കുകയില്ലെങ്കിലും എന്നൊക്കെയാണ് ഇതിന്റെ ചുരുങ്ങിയ രസം. ഇതിങ്ങനെ പറയുമ്പോൾ ഒരു മടുപ്പുണ്ടാകരുത് എന്ന് പറഞ്ഞാൽ ഇതൊരു ഒഴുക്കൊന്നും കിട്ടൂല. കാരണം ദിക്റും ദുആയും പറഞ്ഞതിന്റെ അർത്ഥം പറയുമ്പോൾ ഒരു പ്രസംഗത്തിന്റെ ഒഴുക്ക് ഒരു പക്ഷേ നഷ്ടപ്പെട്ടു എന്ന് വരും. പക്ഷെ ഇത് നമ്മൾ പ്രാധാന്യപൂർവ്വം പഠിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. കാരണം കുറെ ഇങ്ങനെ ചൊല്ലി പറയുന്നു. നിസ്കാരത്തിന്റെ വിഷയം പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിസ്കാരത്തിന്റെയും പ്രാർത്ഥനകളുടെ അന്ന് പറഞ്ഞപ്പോഴും ഞാൻ അർത്ഥം പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ്. നമ്മൾ ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുമ്പോൾ അത് അർത്ഥം അറിഞ്ഞുകൊണ്ടായിരിക്കുമ്പോഴേ അത് മനസ്സിൽ തട്ടിക്കൊണ്ട് നമുക്കത് നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് ഞാൻ അന്ന് തന്നെ ഉദാഹരണം പറഞ്ഞു.
നിസ്കാരത്തിന്റെ ഉള്ളിൽ നിങ്ങൾ എത്ര ഗൗരവമുള്ള വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഒരു പേടിയോ കണ്ണീരോ ഒന്നും വരുന്നില്ല. നേരെ മറിച്ച് നിസ്കാരത്തിന്റെ ശേഷം നിങ്ങൾ മലയാളത്തിൽ അതേ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് കണ്ണീര് വരുന്നു, പേടി തോന്നുന്നു, വിഷമം തോന്നുന്നു. എന്താ അവിടെ വ്യത്യാസം? ഇതിനേക്കാൾ ഗൗരവമുള്ള കാര്യം അറബിയിൽ നിങ്ങൾ നിസ്കാരത്തിൽ ദുആ ചെയ്തു, നിങ്ങൾക്കൊന്നും തോന്നിയില്ല. കാരണം എന്താ? ആ നിസ്കാരത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ നാവ് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ, ഹൃദയം അതിൽ പങ്കെടുത്തില്ല എന്നർത്ഥം. അപ്പൊ ഹൃദയം പങ്കെടുക്കാത്ത പ്രാർത്ഥനകളിൽ നമുക്ക് തഖ്വയും ഖൗഫൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് ഏത് പ്രാർത്ഥനകൾ, നിസ്കാരത്തിന്റെ അകത്തുള്ള പ്രാർത്ഥനകളാവട്ടെ പുറത്തുള്ള പ്രാർത്ഥനകളാവട്ടെ, ഏകദേശം ഒരാശയം ഗ്രഹിച്ചുകൊണ്ട് അത് നിർവഹിക്കുമ്പോഴേ ഹൃദയം അതിൽ പങ്കെടുക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നാവ് മാത്രം പങ്കെടുക്കും. ഹൃദയം പങ്കെടുക്കാതാവുമ്പോൾ അതിനൊരു ഭക്തിയും ഒരു ഹൃദയ സാന്നിധ്യവും ഒന്നും നമുക്കുണ്ടായിത്തീരുകയില്ല. അതുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് പറയുന്നത്. നിങ്ങൾ ഈ പ്രാർത്ഥനകളുടെ പരിഭാഷകൾ മലയാളത്തിൽ ലഭ്യമാണ്. അത് വായിച്ച് പഠിച്ച് മനസ്സിലാക്കുകയും ഈ പ്രാർത്ഥനകൾ നിർവഹിക്കുമ്പോൾ ആ ആശയം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കുകയും ചെയ്യണം. എങ്കിലേ ഇതുകൊണ്ടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദത്തം ചെയ്തിട്ടുള്ളതായ ശരിയായ പ്രതിഫലം കരസ്ഥമാകുന്ന ഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടുകയുള്ളൂ. നിസ്കാരശേഷമുള്ള ദുആകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ദുആ മാത്രമേ നിർവഹിക്കാവൂ എന്നൊന്നും നേരത്തെ നമ്മൾ ദിക്റുകളെ സംബന്ധിച്ച് പലതും പറഞ്ഞു. ആ കൂട്ടത്തിൽ തന്നെ റസൂലുള്ളാഹി വിടാതെ നിർവഹിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന കൂടിയുണ്ട്, ദിക്ർ കൂടിയുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നൊക്കെ പറഞ്ഞതിന്റെ ഉടനെ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അത് മനുഷ്യന് ഖബറിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന ഒരു ദിക്റാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് മനുഷ്യന് നിരാശയുണ്ടാവില്ല ആ പ്രാർത്ഥന അല്ലെങ്കിൽ ആ ദിക്ർ അർത്ഥമറിഞ്ഞുകൊണ്ട് നിർവഹിക്കുമ്പോൾ. എന്താണ് പറയുന്നത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ മാനിഅ ലിമാ അഅതൈത, നീ നൽകുന്നതിനെ തടുക്കാൻ ഇവിടെ ആരുമില്ല. അള്ളാഹ് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലേ അത് തടയാൻ ഇവിടെ ആരുമില്ല എന്നർത്ഥം. വലാ മുഅ്തിയ, നൽകുന്നവനുമില്ല, ലിമാ മനഅത, നീ തടയാൻ ഉദ്ദേശിച്ചത്. അള്ളാഹ് കൊടുക്കൂലാന്ന് വിചാരിച്ചത് കൊടുപ്പിക്കാനും ഇവിടെ ആരും ഇല്ല. വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദു, വലാ യൻഫഉ, ഉപകരിക്കുകയേയില്ല, ദൽ ജദ്ദി, വലിയ സ്ഥാനവും കഴിവും എല്ലാം കൊണ്ടും കഴിവും പ്രമാണിത്വവും പണമൊക്കെ ഉള്ള ആൾക്കാരുടെ അടുക്കൽ നിന്റെ അടുക്കൽ അവന്റെ അതുകൊണ്ടൊന്നും ഒരു കാര്യമല്ല. ഏത് കഴിവും എത്ര വലിയ രൂപത്തിലുള്ള സ്ഥാനമാനങ്ങളുള്ളവനും നിന്റെ അടുക്കൽ വലിയ സ്ഥാനമൊന്നുമില്ല. എന്തുകൊണ്ടല്ലാതെ സൽക്കർമ്മങ്ങൾ ചെയ്താലല്ലാതെ ആർക്കും വലിയ നേട്ടമൊന്നുമില്ല. ആരുടെയും സ്ഥാനമാനങ്ങൾ കൊണ്ട് അവിടെ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട ആശയം അടങ്ങിയിട്ടുണ്ട്. എന്താ? പടച്ചോൻ കൊടുക്കാൻ വിചാരിച്ചത് ഇവിടെ തടുക്കാൻ ലോകത്തൊരാളെ കൊണ്ടും സാധ്യല്ല എന്ന് മനുഷ്യൻ ആ ഖദറിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കണം. അത് നിസ്കാരത്തിന്റെ ശേഷം പറയുന്ന ഒരു മനുഷ്യന് പിന്നെ നിരാശ ഉണ്ടാവില്ല. അവൻ എന്തെങ്കിലും കിട്ടാതെ പോയി, എന്തേ കാരണം? ആരോടും അവനൊരു വിഷമമല്ല. എന്താ കാരണം? കിട്ടാതെ പോയത് പടച്ചോന്റെ കഥയാണ്. നീ കിട്ടി, അഹങ്കാരം ഉണ്ടോ? അവന് ഇല്ല. നീ തരാൻ വിചാരിച്ചാണ്. അത് തടുക്കാൻ ഒരാളെ കൊണ്ടും സാധ്യല്ല. അതല്ലേ പടച്ച തമ്പുരാന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചിരുന്നത്? ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും കൂടെ നിനക്കൊരു ഉപകാരം ചെയ്യണമെന്ന് വിചാരിച്ചു. അള്ളാഹ് അത് നിനക്ക് വിചാരിച്ചിട്ടില്ല, എന്നാൽ അത് കിട്ടൂല എന്ന് റസൂൽ പറയുന്നു. ഇനി ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും കൂടെ നിന്നെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് വിചാരിച്ചു. പടച്ചോനാണെങ്കിലോ നിനക്കത് വിചാരിച്ചിട്ടില്ല, എന്നാൽ അവര് നിനക്കൊരു ചുക്കും വരുത്തൂല, ഒരു ദോഷം അവരെ കൊണ്ട് നിനക്ക് വരുത്താൻ സാധ്യല്ല. നീ എല്ലാവരും കൂടെ നിന്നെ സ്നേഹിച്ച് നന്മ ചെയ്യാൻ വിചാരിച്ചാലോ അള്ളാഹ് അത് വിചാരിച്ചിട്ടില്ലെങ്കിൽ അതും നിനക്ക് കിട്ടൂല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ പടച്ചതമ്പുരാനിൽ തവക്കുലാക്കട്ടെ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്ന ഖദറിലുള്ള വിശ്വാസം മനുഷ്യന്റെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു ദിക്റാകുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരങ്ങളുടെ ശേഷം അത് നിർവഹിക്കാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ നിർവഹിക്കേണ്ടതാണ്.